തിരുവനന്തപുരം അടിമലത്തുറയിൽ തീരഭൂമി കയ്യേറി ലത്തീൻ സഭയുടെ ഭൂമി വിൽപ്പന. ഏക്കർ കണക്കിന് തീരം 3 സെന്റുകളായി തിരിച്ചാണ് പള്ളി കമ്മിറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. നെയ്യാറ്റിൻകര താലൂക്കിലെ കോട്ടുകാൽ വില്ലേജ് പുറപ്പെടുവിച്ച നിരോധന ഉത്തരവാണിത്. സമുദ്രതീര പുറമ്പോക്ക് അതിർത്തി കെട്ടി തിരിക്കുന്നതിൽ നിന്നും പിൻവാങ്ങണമെന്ന് അടിമലത്തുറ ഇടവക വികാരിക്ക് നൽകിയ നിർദ്ദേശം. ഒപ്പം കയ്യേറ്റമൊഴിപ്പിക്കാൻ കളക്ടർ വിളിച്ച യോഗത്തിലെ മിനിറ്റ്സിലെ ഈ പരാമർശമാണ് അതിനേക്കാൾ ഗൗരവതരം. കടൽത്തീര പുറമ്പോക്ക് പ്ലോട്ട് തിരിച്ച് പള്ളിക്കമ്മിറ്റി വിൽപ്പന നടത്തിയെന്ന കണ്ടെത്തൽ. ഇതന്വേഷിക്കാനാണ് ഞങ്ങൾ തീരത്തെത്തുന്നത്. തിരുവനന്തപുരത്തെ അടിമലത്തുറ അതിമനോഹരമായ തീരം. എന്നാൽ ഈ തീരഭൂമി നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ പ്രദേശമാകെ അളന്നു മുറിക്കപ്പെട്ടു കഴിഞ്ഞു. വീട് നിർമ്മാണങ്ങൾ തകൃതിയായി പുരോഗമിക്കുന്നു. കാണെ ഈ പൊതുസ്വത്ത് സ്വകാര്യ ഭൂമിയായി മാറുകയാണ്. നിരനിരയായി ഉയരുന്നത് 100-ലേറെ വീടുകളാണ്. സമുദ്രതീര പുറമ്പോക്കിൽ ഏക്കർ കണക്കിന് തീരം കയ്യേറി. ലത്തീൻ സഭയ്ക്ക് കീഴിലെ അമലോത്ഭവമാതാ പള്ളി കമ്മിറ്റി ഈ ഭൂമി 3 സെന്റുകളായി തിരിച്ച് കൈമാറി. ഒരു രേഖയുമില്ല. ഇടവകയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പള്ളിക്ക് പണം നൽകിയതായി സമ്മതിക്കുന്നു. ഇടവകക്കാർക്കാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ആളെങ്കിൽ നമുക്ക് തരും. പള്ളി രജിസ്റ്റർ ആണെങ്കിൽ 3 സെന്റിന് 1 ലക്ഷം എനിക്ക് കിട്ടി. ഞാൻ വീട് വെച്ചു. എല്ലാരും വാങ്ങിക്കും. ഇവിടെ നമുക്ക് 3 സെന്റിന് 1 ലക്ഷം വെച്ച് കൊടുക്കുന്നു. അത് നമ്മളെ ഇടവകക്കാരായതുകൊണ്ട് എക്സ്ട്രാ സ്ഥലം ഉണ്ടായിരുന്നു. സെന്റ് അളന്നതിന് ശേഷം അതിന് നല്ല എമൗണ്ട് കൊടുത്ത ആൾക്കാരെടുത്ത് ഇപ്പൊ കടപ്പുറത്തോട്ടിറങ്ങിയാ നിങ്ങള് ചെന്ന് നിങ്ങളെ ഫ്ലാറ്റും ഒക്കെ തോറ്റു. വിൽപ്പന നടന്നുവന്ന ഫിഷറീസ് വകുപ്പ് കണ്ടെത്തലും ഇടവകങ്ങളുടെ വെളിപ്പെടുത്തലും പരിശോധിക്കാൻ ഞങ്ങൾ പള്ളി വികാരിയെയും കണ്ടു. 3 സെന്റ് സ്ഥലത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല. ആൾക്കാർ നിറയെ ഡൊണേഷൻ നൽകിയിട്ടുണ്ട്. പള്ളിയാകുമ്പോൾ പള്ളിക്ക് ഡൊണേഷൻ. കാരണം പള്ളി ജീവിക്കുന്നത് ആരെ കൊണ്ടാണ്? ഇവിടുത്തെ ജനങ്ങളെ കൊണ്ടാണ്. തീരമൊഴിപ്പിക്കാൻ റവന്യൂവും പഞ്ചായത്തും പിന്നെയും ഇടപെട്ടു. മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ നിർത്തി പള്ളി കമ്മിറ്റി ചെറുത്തു. നിയമങ്ങളെ നോക്കുകുത്തിയാക്കി ഭവന നിർമ്മാണം തുടരുന്നു. കുടുംബങ്ങളിൽ ആളെണ്ണം കൂടിയപ്പോൾ തങ്ങൾ തന്നെ നേരിട്ട് പുനരധിവാസം നടപ്പാക്കിയെന്ന് വൈദികൻ പറയുന്നു. പണം വാങ്ങി കടൽക്ഷോഭ ഭീഷണിയുള്ള ഈ തീരത്തെ വിചിത്രമായ പുനരധിവാസത്തിൽ പൊരുത്തക്കേടുകൾ അപ്പോഴും ബാക്കി. പൊതുഭൂമി പങ്കിട്ട് നൽകാൻ പള്ളിക്കെന്ത് അവകാശം? നിരോധന ഉത്തരവ് വന്നിട്ടും നിർബാധം ഇവിടെ നിർമ്മാണങ്ങൾ തുടരുകയാണ്. ഈ കയ്യേറ്റങ്ങൾ ഇവിടെ തടയപ്പെട്ടില്ലെങ്കിൽ ഇനിയും കൂടുതൽ തീരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അടിമലത്തുറയിൽ നിന്നും മനു സിദ്ധാർത്ഥനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.